അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ പഠനങ്ങൾ. ലൈലത്തുൽ ഖദ്ർ, അനുഗ്രഹത്തിൻ്റെ രാത്രി. ലൈലത്തുൽ ഖദ്റിൻ്റെ യഥാർത്ഥ അർത്ഥം ചെറിയ സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദ്ർ എന്ന അനുഗ്രഹീത രാത്രിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ രാത്രിയെക്കുറിച്ച് പണ്ഡിതന്മാർ പ്രധാനമായും 3 വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. 3. ഒന്ന്, ഫസീലത്തിൻ്റെ രാത്രി, ദി നൈറ്റ് ഓഫ് എക്സലൻസ്. ഖദ്ർ എന്ന വാക്കിന് ഫസീലത്ത്, അറബിയിൽ ഫളീലത്ത് അല്ലെങ്കിൽ ശ്രേഷ്ഠത എന്നാണ് ഒരർത്ഥം. അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ശ്രേഷ്ഠതയുള്ള രാത്രി. ഈ രാത്രിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് 1000 മാസത്തേക്കാൾ പ്രതിഫലം ലഭിക്കുന്നു. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അതായത് 1000 മാസത്തേക്കാൾ ഉത്തമമാണ് ലൈലത്തുൽ ഖദ്ർ. ഈ രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് വലിയ പ്രതിഫലം നൽകും. ഒന്നാമത്തെ മീനിങ് ഫളീലത്ത് എന്നുള്ളതാണ്. രണ്ടാമത്തതിന് തൻഗീറാത്ത് അഥവാ തനസ്സലുൽ മലായികത്തി വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ദി നൈറ്റ് ഓഫ് ഡിക്രി, ദി നൈറ്റ് ഓഫ് ദി ഡിസെൻഡ് ഓഫ് ആംഗൽസ്. ഖദ്ർ എന്ന വാക്കിന് തൻഗീറാത്ത് എന്നും അർത്ഥമുണ്ട്. തഖ്ദീറാത്ത് എന്നും അതേ അർത്ഥത്തിന് പറയുന്നുണ്ട്. അതായത് വിധി നിർണയിക്കുന്ന രാത്രി. ഈ രാത്രിയിൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുകയും അടുത്ത ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു. തനസ്സുലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ എന്ന് ഖുർആനിൽ കാണാം. അതായത് മലക്കുകളും റൂഹും അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമയും അവരുടെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം എല്ലാ കാര്യങ്ങളുമായി ഇറങ്ങുന്നു. ഈ രാത്രിയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ധാരാളമായി ലഭിക്കുന്നു. മലക്കുകളും ജിബ്രീലും ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ഭൂമി ഇടുങ്ങുകയും കുടുസാവുകയും ചെയ്യുന്നു. കാരണം അവരുടെ സാന്നിധ്യം ഭൂമിക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികമായിരിക്കും. അത്രയും അധികം മലക്കുകൾ ഉണ്ടായിരിക്കും എന്നർത്ഥം. തെങ്ക് എന്ന് പറഞ്ഞാൽ ക്ഷീണം, പ്രയാസം എന്നും ഒരർത്ഥമുണ്ട്. അപ്പോൾ ഭൂമിക്കും ഭൂമിയിലുള്ള വസ്തുക്കൾക്കും ഒന്നും അവരെ താങ്ങാൻ സാധിക്കാതെ ഇടുങ്ങിപ്പോകുന്ന, കുടുസായി പോകുന്ന തൻഗീറാത്ത്, അതുപോലെ തന്നെ തഖ്ദീറാത്ത് എന്ന് ഇങ്ങനെ 2 അർത്ഥങ്ങൾ അതിന് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരർത്ഥം ഖദ്റിൻ്റെ രാത്രി, ദി നൈറ്റ് ഓഫ് പവർ. ഖദ്ർ എന്ന വാക്കിന് കുദ്റത്ത് അല്ലെങ്കിൽ ശക്തി എന്നും അർത്ഥമുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ ശക്തി പ്രകടമാകുന്നു രാത്രി. ഈ രാത്രിയിൽ അള്ളാഹുവിൻ്റെ ശക്തി പ്രകടമാകുന്ന രാത്രി. ഈ രാത്രിയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ധാരാളമായി ലഭിക്കുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന് ഖുർആനിൽ കാണാം. അതായത് തീർച്ചയായും നാം ഇതിനെ, പരിശുദ്ധ ഖുർആനിനെ ലൈലത്തുൽ ഖദ്റിലാണ് അവതരിപ്പിച്ചത്. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ രാത്രിയിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനും പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.